ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ വീട്ടിലെ മറ്റൊരു അതിഥിയാണ് കേട്ടോ മിട്ടു. മിട്ടുവിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മിട്ടു ഇതാ നമ്മുടെ ഉപ്പുപ്പാനെ നോക്കി ഉപ്പുപ്പ പോവാണോ നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അവനുള്ള വിശപ്പിനുള്ള സമയമായി. അതേ ഉപ്പുപ്പാനെ അന്വേഷിച്ചാണ് പോകുന്നത്. വീട്ടിലകത്തോട്ട് കയറി ഉപ്പുപ്പ റൂമിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതേ ഉപ്പുപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കുള്ള ഫുഡ് ഇപ്പോൾ കിട്ടും. എന്താ ഉപ്പുപ്പ തരാത്തേ എന്നുള്ള ചോദ്യത്തിലാണ് അവൻ പോകുന്നത്. അതേ ഉപ്പുപ്പ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, റെഡിയാവാൻ നടക്കുന്നു. പക്ഷെ അവനാണെങ്കിലോ ഉപ്പുപ്പാനെ മുഖത്ത് നോക്കി നിൽക്കണം. എനിക്കൊന്ന് താ ഉപ്പുപ്പാന്ന് ചോദിച്ചു. ഉപ്പുപ്പാടെ മുമ്പിൽ ഉരച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അരച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതെ ഇനി ഒന്ന് ഉപ്പുപ്പൊന്ന് തേക്കട്ടെ എന്നുള്ള ഉപ്പുപ്പ ഞാനൊന്ന് തേച്ചിട്ട് നിനക്ക് തരാടാ എന്ന് പറഞ്ഞിട്ടാണ് ഉപ്പുപ്പ തേച്ചുകൊണ്ടിരിക്കുക. അവനാണെങ്കിലോ ക്ഷമയില്ല, ഉപ്പുപ്പാനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം തരും എന്നുള്ളതിലാണ് അവൻ ഇരിക്കുന്നത്. അതേ വീണ്ടും മേടിച്ചു വന്നു. ഉപ്പുപ്പ ഒന്ന് തഞ്ഞു. ഉപ്പുപ്പാടെ കാല് വേണമെങ്കിൽ പിടിക്കാം. അതെ ഉപ്പുപ്പാടെ ഏത് കാലം പിടിക്കട്ടെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ഉപ്പുപ്പ പ്ലീസ് ഒന്ന് താ ഉപ്പുപ്പ. അതേ വെയിറ്റിംഗില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. ഉപ്പുപ്പ പ്ലീസ്. ഉപ്പുപ്പ എന്താ ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം താ, എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട് ഉപ്പുപ്പ. ഉപ്പുപ്പ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉപ്പുപ്പ പ്ലീസ് ഒന്ന് താ ഉപ്പുപ്പ. അങ്ങോട്ട് നടക്കുമ്പോൾ അങ്ങോട്ട് നോക്കും അങ്ങോട്ട്. ഉപ്പുപ്പ ഫുഡ് എടുക്കാൻ പറ്റേ എനിക്ക് തരുന്നതേ വാ. ദേഹോ സന്തോഷം. ഇനി ഒന്ന് കഴിക്കട്ടെ. കഴിച്ചാൽ എനിക്ക് തരുവാണാവും എന്നുള്ള ചിന്തയിലാണ് അവൻ കഴിക്കുന്നത്. വേഗം കഴിച്ചു തീർക്കാം, എന്നാലേ എനിക്ക് അടുത്തത് കിട്ടുള്ളൂ. അവൻ്റെ കഴിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഉപ്പുപ്പ പോണതിൻ്റെ മുന്നേ എനിക്ക് കിട്ടിയത് നന്നായി. ഞാൻ ഉപ്പുപ്പ പോയോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്ര നേരം ഇരുന്നത്. അവനൊക്കെ ഫുഡ് സാവധാനം കഴിച്ച് ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. ഉപ്പ് പോയില്ലെങ്കിൽ പിന്നെ എന്നും പതിവാണ് അവനിത്. രാവിലെ ഉപ്പുപ്പ പോകുന്നതിന് മുന്നേ ഉപ്പുപ്പാടെ പിന്നാലെയാണ് നടക്കും ഫുഡിന് വേണ്ടി. ഉപ്പുപ്പ റെഡി ആവുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവന് ഫുഡിന് വേണ്ടി ഇങ്ങനെ നടക്കും. ഇത് മതിയാവില്ലട്ടോ കണ്ട പോയി. ഇനി ഉപ്പുപ്പ ഞാൻ അതിൽ കൂടെ കുറച്ചും കൂടി ഇട്ട് താ ഉപ്പുപ്പാന്ന് ചോദിക്കാനാണ് വീണ്ടും പോകുന്നത്. ആ ഉപ്പുപ്പ പറയുന്നത് മതി, ഇനി പോയി വെള്ളം കുടിച്ചിട്ട് വാ എന്ന് ഉപ്പുപ്പ പറയുന്നുണ്ട്. ഫുഡ് കൊടുത്താൽ ഉടനെ ഉപ്പുപ്പ പറയുന്നതാണ് വെള്ളം കുടിക്കുന്നു. ഇനി തിന്നുന്നില്ലെങ്കിൽ ഞാനെടുത്ത് തിരിച്ച് തിരികെ വെച്ചോളൂ. ആകെപ്പെട്ടു. കഴിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഭാഗത്തിലാണ് അവൻ അങ്ങോട്ട് പോകുന്നത്. ഉപ്പുപ്പ പ്ലീസ് ഞാൻ കഴിച്ചോളാം, എനിക്ക് താ പ്ലീസ് ഉപ്പുപ്പ. ഉപ്പുപ്പാട് വീണ്ടും യാചിക്കാനായിട്ട് പോവാണ്. ഉപ്പുപ്പ പ്ലീസ് താ. അതേ ഉപ്പുപ്പാട് വീണ്ടും യാചിക്കുന്നു. കൈയും കാലത്ത് പിടിക്കാൻ തുടങ്ങി. ഉപ്പുപ്പാനെ ഞാൻ വിടില്ല. ഉപ്പുപ്പ എനിക്ക് തന്നില്ല. അത് വീണ്ടും എടുത്ത് ഞാൻ മുഴുവനായിട്ട് കഴിച്ചില്ല. ഉപ്പുപ്പ പ്ലീസ് എനിക്ക് താ ഉപ്പുപ്പ. അതേ ഉപ്പുപ്പാനെ വീണ്ടും സ്നേഹിക്കാൻ കേട്ടോ. എനിക്ക് താന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയാണ്. ഉപ്പുപ്പ പ്ലീസ് താ ഉപ്പുപ്പ. എനിക്കറിയാൻ തുടങ്ങിയാണ് ഭയങ്കര വിഷമായിട്ടോ. അവൻ്റെ ഫുഡ് തിരിച്ചു കൊണ്ടുവച്ചപ്പോൾ മുഴുവനായി കഴിക്കാനും പറ്റിയില്ല. ഉപ്പുപ്പ ഇങ്ങനെ തിരികെ കൊണ്ടുവെക്കും ചെയ്തു. ഇനി എന്തോ ഉപ്പുപ്പ തരാത്ത എന്ന് വെച്ചാൽ ഉപ്പുപ്പാടെ മുഖത്ത് നോക്കി നിൽക്കുകയാണ്. ഉപ്പുപ്പ എന്നോട് വെള്ളം കുടിക്കാനാണ് പറയുന്നത്. എന്നിട്ട് എനിക്ക് ഫുഡ് ആദ്യം താ ഉപ്പുപ്പ എന്നുള്ള ചോദ്യത്തിലാണ്. ഉപ്പയാണെങ്കിൽ മതി നീ കഴിച്ചത്, ഞാൻ പോയി വെള്ളം കുടിക്കുന്നതാണ് ഉപ്പ പറയുന്നത്. പക്ഷെ അവനതൊന്നും ഇഷ്ടാവുന്നില്ല. അവൻ ഫുഡ് കൊടുത്തില്ലല്ലോ, അതിൻ്റെ ദേഷ്യത്തിലാണ് അവൻ. ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുകയാണ്. ആ ഉപ്പുപ്പ പ്ലീസ് എന്നുള്ള ചോദ്യത്തിൽ അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. നോക്കാം ഇനി അവൻ എന്താ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. ഉപ്പുപ്പാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഉപ്പുപ്പ എത്ര നേരം റെഡി ആവുന്നു അത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യാമെന്നുള്ള നിലയിൽ അവനും. ഇനിയിപ്പോൾ അവൻ വെയിറ്റ് ചെയ്യാൻ അടുത്തതായിട്ട് ഉപ്പുപ്പം അവിടെ മരുന്ന് കഴിക്കാൻ പോയപ്പോൾ അപ്പോഴും അതും അവന് വേണം. ഇനി ഉപ്പാനെ ഞാൻ വീട്ടില്ല എന്നുള്ള ധാരണയിലാണ് അവൻ ഇരിക്കുന്നത്. ഇനി ഒന്ന് പോടാ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപ്പുപ്പ അവനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പോവാം, ശരി. അവൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. നാളെ വീണ്ടും വരാം. ബായ്.